അവൻ സ്വന്തം ഇങ്ങനെയുള്ള ഉപദേശിമാരൊക്കെ കത്തിച്ചു വന്ന തീയമായി അവൻ ഞങ്ങളെപ്പോൾ ഉപദേശിമാർ തെരുവിലും തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് ശക്തിയുക്തം വിളിച്ചു പറയും യേശു ക്രിസ്തുവാ രക്ഷകൻ. അവൻ ഏക രക്ഷകൻ യേശു ക്രിസ്തുവാണെന്ന് വിളിച്ചു പറയും. ചിലപ്പോൾ ഇവിടെ ഒരു കുടിയുമുക്കുന്ന എന്റെ ഒരാളുടെ നാവിനെ അടക്കാൻ പറ്റിയേക്കും. ഇല്ല, അപ്പുറത്ത് ഉറപ്പിക്കാട് വേറൊരാൾ വിളിച്ചു പറയും. അവൻ അതല്ലെങ്കിൽ ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് ചിലപ്പോൾ ചെബീർ മാസ്റ്റർ പറയും, അല്ലെങ്കിൽ അവൻ ഇവിടെ ചൊനക്കര മുഹമ്മദ് കുട്ടി പാസ്റ്റർ പറയും, അല്ലെങ്കിൽ അപ്പുറത്ത് അന്നപ്പൻ പാസ്റ്റർ പറയും, അവൻ സ്വത്ത് കത്താലത്തോട് വിശ്വകുട്ടി പാസ്റ്റർ പറയും, അവൻ സ്വത്ത് അല്ലെങ്കിൽ അവൻ സ്വത്ത് കനാലുമുക്കിന് ജോസ് പാസ്റ്റർ പറയും. ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ ജാതിയും വർഗവും വർണ്ണമൊക്കെ വെടിഞ്ഞ് അവൻ ദൈവ കാലാകാലങ്ങളിൽ വിളിച്ചു പറഞ്ഞിരിച്ച ഒത്തിരി ഉപദേശിമാരുണ്ടെന്ന് അവൻ. അതുകൊണ്ട് ഈ ദേശത്തോട് വിളിച്ചു പറയട്ടെ, ഈ വിളിച്ചു പറയുന്ന സദ്വാർത്തക്ക് ജാതിയും മതവും വർഗവും വർണ്ണമൊന്നുമില്ലെന്ന് അവൻ ഇത് വിളിച്ചു പറയുന്ന എനിക്കും അങ്ങനെ ഒരു ചിന്തയില്ല. ഒരിക്കലും ഉണ്ടായിരുന്നു, ജാതി ഭ്രഷ്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ ജാതി ഭ്രഷ്ടം തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ളിടത്തോട് ദൈവം വിളിച്ചു വേർതിരിച്ച് അവനെവിടെ കൊണ്ടുവന്നെന്നറിയാമോ? ആ സത്യം പഠിക്കാൻ കുറച്ച് വൈകിപ്പോയി. ഒരപ്പത്തിന്റെ അംശങ്ങളും ഒരു പാനപാത്രത്തിന്റെ ഓഹരിക്കാരുമായിരിക്കുന്ന ദൈവസഭയുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്റെ കണ്ണിന് വെളിച്ചം വന്നത്, എന്റെ തലച്ചോറിനകത്ത് പ്രകാശം വന്നത്. കാരണം എന്താ? യേശു ക്രിസ്തു ജീവന്റെ വെളിച്ചമാ. അവൻ യേശു ക്രിസ്തു ജീവന്റെ വെളിച്ച ആ വെളിച്ചം ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നാൽ അവൻ ഇരുളിൽ പ്രകാശിക്കും. ഏത് കണ്ണും കുത്തിത്തുളച്ചു ചെല്ലുന്ന യേശു ക്രിസ്തുവിന്റെ വെളിച്ചം ഒരു മനുഷ്യനേക്ക് വന്നാൽ അവൻ സ്വത്ത് ഏത് കൊടും കുറ്റവാളിയാണെങ്കിലും അവൻ കുഞ്ഞാടായി മാറും. ദൈവത്തിന്റെ സ്തോത്രം.